ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 ഫിസിക്സ് യൂണിറ്റ് 5 ലോസ് ഓഫ് മോഷൻ പാർട്ട് 2 വീഡിയോ ആണ്. കൺസർവേഷൻ ഓഫ് മൊമെന്റം. Law of conservation of linear momentum states that if no external force acts on a system of particles, their total linear momentum remains conserved. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിലേക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ ലീനിയർ മൊമെന്റം കൺസർവ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. രണ്ട് തരത്തിൽ പ്രൂഫ് പറയുന്നുണ്ട്. ഓൺ ദി ബേസിസ് ഓഫ് സെക്കൻഡ് ലോ ആൻഡ് ദി ബേസ്ഡ് ഓൺ തേർഡ് ലോ. സോ നമുക്ക് സെക്കൻഡ് ലോയുടെ പ്രൂഫ് നോക്കാം, സെക്കൻഡ് ലോയുടെ ബേസിസിൽ പ്രൂഫ് നോക്കാം. ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എടുക്കുന്നു. അതിൽ m1 m2 mn അങ്ങനെയാണ് അതിൻ്റെ മാസ്, വെലോസിറ്റി v1 v2 v3 എക്സെട്ര അപ് ടു v1. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? മൊമെൻറ്റം ലീനിയർ മൊമെൻറ്റം p വിച്ച് ഇസ് ഈക്വൽ ടു, ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് p ഈക്വൽ ടു mb എന്നാണ്. സോ ലീനിയർ മൊമെൻറ്റം, ടോട്ടൽ ലീനിയർ മൊമെൻറ്റം p ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2 പ്ലസ് എക്സെട്ര അപ് ടു mn vn എന്നുള്ളതൊട്ട് വരും. ഓക്കെ, അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ, ഫോഴ്സ് എക്സ്റ്റേണൽ ദാറ്റ് ഈസ് ഈക്വൽ ടു dp ബൈ dt. ഇപ്പം നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റത്തിൻ്റെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ? ഇവിടെ ഇല്ല. എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യാത്ത കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ല മീൻസ് എഫ് എക്സ്റ്റേണൽ എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നില്ല. സോ എഫ് എക്സ്റ്റേണൽ 0 ആയിരിക്കും. ദാറ്റ് ഈസ് ഈ ഒരു ടൈം 0 ആയി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ്റെ നെക്സ്റ്റ് സൈഡിൽ കിടക്കുന്ന ടൈമും 0 ആയിരിക്കും. ദാറ്റ് ഈസ് dp ബൈ dt എന്ന് പറയുന്നത് 0 ആണ്. dp ബൈ dt 0 ആയി കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഒരു സാധനത്തിൻ്റെ ഒരു ക്വാണ്ടിറ്റിയുടെ ഡെറിവേറ്റീവ് 0 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ dp ബൈ dt എന്ന് പറയുന്നത് 0 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് p ഈസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് p ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഒരു ക്വാണ്ടിറ്റിയുടെ ഡെറിവേറ്റീവ് 0 മീൻസ് ആ ക്വാണ്ടിറ്റി കോൺസ്റ്റൻ്റ് ആണെന്നാണ് അർത്ഥം. സോ p ഈസ് എ കോൺസ്റ്റൻറ്റ്. p എന്ന് പറയുന്നത് ടോട്ടൽ ലീനിയർ മൊമെൻ്റ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് അതെന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെന്നുണ്ടെങ്കിൽ, എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ആ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൻ്റെ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും, കൺസർവ്ഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പ്രൂഫ് ബേസ്ഡ് ഓൺ തേർഡ് ലോ. തേർഡ് ലോ പ്രകാരം പറയുമ്പോൾ നമുക്ക് കൊളിഷനാണ് എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ രണ്ട് ബോഡീസ് നമ്മൾ കൺസിഡർ ചെയ്യാം, എ ബി. എ എന്നും ബി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ബോഡീസ്. എയുടെ മാസ് m1, velocity it moves with a velocity u1, and next is b, its mass m2, it is moving with a velocity u2. ഇവിടെ കൊളിഷൻ നടക്കുകയാണ്. കൊളിഷൻ നടക്കുന്ന സമയത്ത് m1 എന്ന് പറഞ്ഞ ബോഡി ബിയിൽ ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബി എന്ന് പറഞ്ഞ ബോഡി എയിലും ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ആഫ്റ്റർ കൊളിഷൻ ഈ രണ്ട് ബോഡിയും എയും ബി എന്നുള്ള ബോഡി മൂവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മാസിന് വ്യത്യാസമൊന്നും സംഭവിക്കുന്നില്ല. m1 m2 തന്നെയാണ് മാസുകൾ വരുന്നത്. പക്ഷേ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. കൊളിഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ആവുന്നുണ്ട്. വെലോസിറ്റി എന്ന് പറഞ്ഞ ബോഡിയുടെ വെലോസിറ്റി v1, ബി എന്ന് പറഞ്ഞ ബോഡിയുടെ വെലോസിറ്റി v2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വെച്ച് നമുക്കൊന്ന് നോക്കാം. ബിഫോർ കൊളിഷൻ എന്താവും? ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ആണ് നമ്മൾ നോക്കേണ്ടത്. ബിഫോർ കൊളിഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടുത്തെ ബിഫോർ കൊളിഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, രണ്ട് പാർട്ടിക്കിൾസ് ആണുള്ളത്, എയും ബിയും. അതിൻ്റെ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം എത്രയായിരിക്കും? m1 u1 പ്ലസ് m2 u2 അല്ലേ? അപ്പോൾ ബിഫോർ കൊളിഷൻ വരുമ്പോൾ അതിൻ്റെ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് m1 u1 പ്ലസ് m2 u2. ഓക്കെ, അതാണ് ഒരു ഇക്വേഷൻ ബിഫോർ കൊളിഷൻ. ഇനി ആഫ്റ്റർ കൊളിഷൻ ആണെങ്കിലോ, കൊളിഷന് ശേഷം നോക്കി വയ്ക്കുക നിങ്ങളിവിടെ.
കൊളിഷന് ശേഷം ഇതാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എയും ബിയും. അതിൻ്റെ മാസ് m1, വെലോസിറ്റി v1, ബിയുടെ മാസ് m2, വെലോസിറ്റി v2. സോ അതിൻ്റെ ടോട്ടൽ ലീനിയർ മൊമെൻ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? m2 v2 പ്ലസ് m1 v1. അതായിരിക്കും ആഫ്റ്റർ കൊളിഷൻ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഓഫ് ദി സിസ്റ്റം. ഇനി ഡ്യൂറിങ് കൊളിഷൻ എന്ത് സംഭവിക്കുന്നുണ്ട്? ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫോഴ്സ് എക്സെർട്ടഡ് ബൈ എ ഓൺ ബി. അതായത് ബിയിൽ ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നുണ്ട്, എയിലും ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നുണ്ട്. ഫോഴ്സ് എക്സെർട്ടഡ് ബൈ എ ഓൺ ബി എന്ന് പറയുന്നതാണ് എന്ത്? എഫ് എ ബി എന്ന് പറയുന്നത്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? dp by dt, that means mass into change in velocity by change in time. അല്ലെങ്കിൽ ഫോഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഫോഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു എം എ. ഈ ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എഫ് എ ബി വെക്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് എക്സെർട്ടഡ് ബൈ എ ഓൺ ബി ആണ്. ബിയിലെയാണ് ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് സെക്കൻഡ് പാർട്ടിക്കിളിൽ. സോ അവിടെ എന്ത് വരും? m2 വരും. m2 ഇൻറ്റു v2 വെക്റ്റർ മൈനസ് u2 വെക്റ്റർ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ഇസ് ടേക്കൺ ആസ് ഡെൽറ്റ ടി. അതേപോലെ തന്നെ ഫോഴ്സ് എക്സെർട്ടഡ് ബൈ ബി ഓൺ എ എന്ന് പറയുമ്പോൾ എയിലാണ് ഫോഴ്സ് എക്സെർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ടിക്കിളിൽ. സോ വെലോസിറ്റിയും മാസൊക്കെ ഫസ്റ്റ് പാർട്ടിക്കിളിൻ്റെ എഴുതണം. സോ m1 ഇൻറ്റു v1 വെക്റ്റർ മൈനസ് u1 വെക്റ്റർ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ഡെൽറ്റ ടി. ഓക്കെ, ന്യൂട്ടൺസിൻ്റെ തേർഡ് ലോ പ്രകാരം നമ്മൾ പറയുന്നത് ഈ രണ്ട് ഫോഴ്സുകളും ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് എഫ് എ ബി വെക്റ്റർ ഈക്വൽ ടു മൈനസ് എഫ് ബി എ വെക്റ്റർ. ഓക്കെ, ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഈ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. എഫ് എ ബി വെക്റ്റർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? m2 ഇൻറ്റു v2 വെക്റ്റർ മൈനസ് u2 വെക്റ്റർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു m1 ഇൻറ്റു v1 വെക്റ്റർ മൈനസ് u1 വെക്റ്റർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി വന്നു. ഇവിടെ ഒരു മൈനസ് ചിഹ്നം ഉണ്ട് കേട്ടോ, ഈ ഒരു മൈനസ്. ഇവിടെ നമുക്ക് വരുമ്പോൾ ഈ ഡെൽറ്റ ടി എന്നുള്ള ടൈം രണ്ട് സ്ഥലത്തും കോമൺ ആയതുകൊണ്ട് ക്യാൻസലായി പോകുന്നതായിരിക്കും. പിന്നെ ഈ m2ന് നമുക്ക് ബ്രാക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം. സോ അവർ ഇക്വേഷൻ വിൽ ബി m2 v2 വെക്റ്റർ മൈനസ് m2 u2 വെക്റ്റർ ഈക്വൽ ടു മൈനസ് m1 v1 വെക്റ്റർ മൈനസ് മൈനസും പ്ലസ് ആവും. സോ പ്ലസ് m1 u1 വെക്റ്റർ. ഇങ്ങനെ വരും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഈ യുവിൻ്റെ ടേംസൊക്കെ നമുക്കൊന്ന് ഒരുമിച്ച് എഴുതാം. അതായത് യു വരുന്നത് ഇവിടെ u2ൻ്റെ ടേം ഇവിടെ ഒരെണ്ണുണ്ട്, ഇതും ഇതും ഒരുമിച്ച് എഴുതാം. v1ൻ്റെ ടേംസ് വരുന്നത് ഒരുമിച്ച് എഴുതാം. സോ അവർ ഇക്വേഷൻ വിൽ ബി m1 u1 പ്ലസ് m2 u2 that is equal to m1 v1 വെക്റ്റർ പ്ലസ് m2 v2 വെക്റ്റർ. ഇതൊന്നും നിങ്ങളൊന്ന് ശരിക്കും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ള ഇവിടെ നോക്കി നോക്കിയാൽ കണ്ടോ, ബിഫോർ കൊളിഷൻ നമ്മൾ എഴുതിയ ഇക്വേഷനും ആഫ്റ്റർ കൊളിഷൻ നമ്മൾ എഴുതിയ ഇക്വേഷനും, അതായത് ബിഫോർ കൊളിഷൻ നമ്മൾ കണ്ടുപിടിച്ച ടോട്ടൽ ലീനിയർ മൊമെൻറ്റും ആഫ്റ്റർ കൊളിഷൻ നമ്മൾ കണ്ടുപിടിച്ച ടോട്ടൽ ലീനിയർ മൊമെൻറ്റും ഈക്വലായിട്ട് ഇവിടെ കിട്ടി. ഒന്ന് നോക്കി നോക്കിയാൽ കണ്ടോ, ഇവിടെ പ്രൂവ് ചെയ്ത് വന്നപ്പോൾ എന്തായി? ബിഫോർ കൊളിഷൻ നമ്മൾ കണ്ടുപിടിച്ച ലീനിയർ മൊമെൻറ്റമാണിത്, ആഫ്റ്റർ കൊളിഷൻ നമ്മൾ കണ്ടുപിടിച്ച ലീനിയർ മൊമെൻറ്റമാണിത്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇതാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ടോട്ടൽ ലീനിയർ മൊമെൻറ്റം കൺസർവ്ഡ് ആയിരിക്കും.
റീകോയിൽ ഓഫ് ഗൺ. ഒരു ഗണ്ണിൽ നിന്ന് ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ ബുള്ളറ്റിന് ലാർജ് വെലോസിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൻ്റെ ഫലമായിട്ട് അതിനൊരു ഫോർവേഡ് മൊമെൻറ്റം ഉണ്ടായിരിക്കും. കണ്ടോ, ഫോർവേഡ് ഡയറക്ഷനിൽ ബുള്ളറ്റിന് ഫോർവേഡ് മൊമെൻറ്റം ഉണ്ടായിരിക്കും. ഈ ഫോർവേഡ് മൊമെൻറ്റം ന്യൂട്ടൺസിൻ്റെ തേർഡ് ലോ പ്രകാരം bullet imparts an equivalent opposite momentum to the gun and it moves backward with a small velocity. This is called recoil velocity. അപ്പോൾ ബുള്ളറ്റിൽ ഒരു ലാർജ് വെലോസിറ്റി ഉണ്ടാവും ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഫോർവേഡ് മൊമെൻറ്റം അതിന് ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ഉള്ള ബാക്ക്വേർഡ് മൊമെൻറ്റം ഗണ്ണിനെ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യിപ്പിക്കും. ആ വെലോസിറ്റിയാണ്, ആ ചെറിയൊരു വെലോസിറ്റിനെയാണ് നമ്മൾ റിക്കോയിൽ വെലോസിറ്റി ബി എന്ന് പറയുന്നത്. ബുള്ളറ്റിൻ്റെ മാസ് സ്മോൾ ലെറ്റർ എം, അതിൻ്റെ വെലോസിറ്റി സ്മോൾ ലെറ്റർ വി ആണ്. ഗണ്ണിൻ്റെ മാസ് ക്യാപിറ്റൽ ലെറ്റർ എം, അതിൻ്റെ ചെറിയൊരു വെലോസിറ്റിയാണ് ക്യാപിറ്റൽ വി എന്ന് പറയുന്നത്. സോ റിക്കോയിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ മാത്രം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കാം. റിക്കോയിൽ വെലോസിറ്റി ബി വെക്റ്റർ that is equal to m into small letter v vector divided by capital letter M. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് ജസ്റ്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ നമ്മളെ എർത്തിൽ അല്ലെങ്കിൽ നമ്മൾ സർഫസിൽ നടക്കാൻ നമ്മെ സഹായിക്കുന്നത് ഫ്രിക്ഷനാണെന്ന് പറയും. ദാറ്റ് മീൻസ് രണ്ട് സർഫസുകൾ, കോണ്ടാക്റ്റിൽ വരുന്ന രണ്ട് സർഫസുകൾക്കിടയിലുള്ള ഫോഴ്സാണ് ഫ്രിക്ഷൻ. ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നടക്കാൻ, അല്ലെങ്കിൽ ആ ഒരു പിടുത്തം നമുക്ക് കിട്ടി നടക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഒരാൾ സൈക്കിൾ ചവിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ രണ്ട് സർഫസുകൾക്കിടയിലുള്ള ഒരു ഫ്രിക്ഷനാണത്. അല്ലെങ്കിൽ നമ്മൾ സൈക്കിൾ ഫ്രണ്ടിലോട്ട് ചവിട്ടുമ്പോൾ നമ്മളെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, നമ്മുടെ സൈക്കിളിൻ്റെ മൂവ്മെൻറ്റിന് ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ദി ഒപ്പോസിങ് ഫോഴ്സ് ടു ദി മൂവ്മെൻറ്റ് of bicycle is supplied by the surface and is called frictional force. ഇപ്പോൾ നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സൈക്കിൾ ചവിട്ടുകയാണെന്നുണ്ടെങ്കിലും എർത്തായിട്ട് അങ്ങനെ കോണ്ടാക്ട് വരുമ്പോൾ അല്ലെങ്കിൽ റോഡായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ നടക്കുന്ന സർഫസ്, സൈക്കിൾ ചവിട്ടുന്ന സർഫസ് ഒക്കെ ആയിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ നമ്മുടെ മൂവ്മെൻറ്റിന് ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ആ സർഫസ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതർവൈസ് നമുക്ക് ഫ്രിക്ഷൻ എന്താണെന്നൊന്ന് വായിക്കാം. ദി പ്രോപ്പർട്ടി ബൈ virtue of which an opposing force is generated between two surfaces in contact of bodies in a relative motion is called friction. അതായത് രണ്ട് സർഫസുകൾക്കിടയിൽ വരുന്ന ഒപ്പോസിങ് ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾ സൈക്കിൾ ചവിട്ടുന്ന ചിത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. സൈക്കിൾ ചവിട്ടുമ്പോൾ ആൾ ഫ്രണ്ടിലോട്ടാണ് പോകുന്നതാണ് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സാണ് റെസിസ്റ്റീവ് ഫോഴ്സ്, അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ ഉണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നതും ദി ഫ്രിക്ഷണൽ ഫോഴ്സ് കംസ് ഇൻ ടു പ്ലേ വെൻ വൺ ബോഡി ടെൻഡ്സ് ടു മൂവ് ഓവർ ദി സർഫസ് ഓഫ് അനദർ ബട്ട് ദി ആക്ച്വൽ മോഷൻ ഹാസ് യെറ്റ് നോട്ട് സ്റ്റാർട്ടഡ്. അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ബോഡി ആക്ച്വൽ മോഷൻ തുടങ്ങിയിട്ടില്ല, പക്ഷെ അത് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന, അതായത് മറ്റൊരു സർഫസിൻ്റെ മുകളിൽ കൂടെ ഒരു ബോഡി മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ, അത് ഇതുവരെ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, പക്ഷെ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സത്യത്തിൽ ആ ബോഡി മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ, മൂവ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ദി മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ദി മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഇത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതായത് ആ സർഫസിലൂടെ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ഉണ്ടാകുന്നതാണല്ലോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതിൻ്റെ മാക്സിമം വാല്യൂ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഈ ഗ്രാഫിൽ വ്യക്തമാണ്, കണ്ടോ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഏറ്റവും മാക്സിമത്തിലുള്ള വാല്യൂ ആണിത്, അതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. അതായത് ബോഡി മൂവ് ചെയ്ത് തുടങ്ങി അതിനുശേഷം വരുന്നതാണ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. കൈനറ്റിക്
or dynamic friction is the opposing force that comes into play when one body is actually moving over the surface of another body. അതായത് മറ്റൊരു ബോഡിയുടെ സർഫസ് കൂടെ ഒരു ബോഡി സത്യത്തിൽ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒപ്പോസിങ് ഫോഴ്സാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഇവിടെ ആക്ച്വൽ മോഷൻ ഇവിടെ നടക്കുകയാണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷനും ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഒക്കെ പറയുന്നത് ആ ആക്ച്വൽ മോഷൻ തുടങ്ങുന്നതിന് മുന്നത്തെ കാര്യങ്ങളാണ്. ആക്ച്വൽ മോഷൻ തുടങ്ങിയതിന് ശേഷം വന്നിട്ടുള്ളതാണ് ഈ കൈനറ്റിക് ഫ്രിക്ഷൻ അഥവാ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലാണ്, സ്ലൈഡിംഗ് ഫ്രിക്ഷനും റോളിംഗ് ഫ്രിക്ഷനും. അതായത് ആ സർഫസിൽ കൂടെ സ്ലൈഡ് ചെയ്ത് പോകുന്ന ഒരു ബോഡി സ്ലൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതേസമയം സർഫസിൽ കൂടെ ബോഡി റോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, ഇനി ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനും പറയുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ ബോഡി, ഈ കാണുന്നതാണ് സർഫസ്. ഇപ്പോൾ ബോഡിയുടെ ഒരു വെയിറ്റ് ഉണ്ട് W which is equal to m/g എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോഴ്സാണ് F എന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം ഉണ്ടാകുന്ന ഒരു സ്റ്റാറ്റിക് ഫോഴ്സാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടാകുന്ന സ്റ്റാറ്റിക് ഫോഴ്സാണ് എന്ത് Fs എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് Fx. ഇതെന്ന് പറയുന്നത് നോർമൽ റിയാക്ഷനാണ്. സോ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ μs that is equal to Fs by n എന്നുള്ളതാണ്. വേർ μx means coefficient of static friction ആണ്. μs means coefficient of static friction, Fs means static friction, n means normal reaction. ഈ ഒരു ഇക്വേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ μs that is equal to Fs divided by n. അതേപോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കണം. കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ μk that is equal to Fk divided by n. Fk മീൻസ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്, n മീൻസ് നോർമൽ റിയാക്ഷൻ ആണ്, μk മീൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനും ഒന്ന് പഠിച്ചു വയ്ക്കുക, പ്രോബ്ലംസ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡ്. ജസ്റ്റ് ഇക്വേഷൻസ് മാത്രമാണ് അതിൽ നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് ഒരു ഫ്ലാറ്റ് ഹൊറിസോണ്ടൽ സർക്കുലർ പാത്താണ് നമ്മളോട് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ഫ്ലാറ്റ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ സർക്കുലർ പാത്ത്, ഇവിടെയാണ് നമ്മുടെ കാർ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ റേഡിയസ് സ്മോൾ ലെറ്റർ r വരും 1. പിന്നെ ഈ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മുടെ ഈ കാർ ഇവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡിഫറെൻറ്റ് ഫോഴ്സുകൾ, ഒന്ന് കാറിൻ്റെ വെയിറ്റ് W equal to mg വരും. അതേമാതിരി നോർമൽ റിയാക്ഷൻ R equal to mg വരും. ഇതൊരു സർക്കുലർ പാത്തിലാണ്. നമ്മളിവിടെ ലെവൽ റോഡ് എന്ന് പറയുമ്പോഴും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫ്ലാറ്റ് ഹൊറിസോണ്ടൽ സർക്കുലർ പാത്താണ് എടുക്കുന്നത്. എങ്ങനെ? ഫ്ലാറ്റ് ഹൊറിസോണ്ടൽ സർക്കുലർ പാത്ത്. അപ്പോൾ അതിന് സെൻറ്റിമീറ്റർ ഫോഴ്സ് വരും. ആ സെൻറ്റിമീറ്റർ ഫോഴ്സ് Fc which is equal to mv² by r. അതേപോലെ തന്നെ ആ മൂവ്മെൻറ്റിന് ഒപ്പോസ് ചെയ്യുന്ന നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് വരും. ഫ്രിക്ഷണൽ ഫോഴ്സ് F which is equal to μg into സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് വരുന്നത്. സോ μs ഇൻറ്റു നോർമൽ റിയാക്ഷൻ R. നമ്മൾ മുമ്പത്തെ കേസിൽ നോർമൽ റിയാക്ഷന് ക്യാപിറ്റൽ N ആണ് എടുത്തത്, അവിടെ നോർമൽ റിയാക്ഷൻ എന്നാണ്. അതേ സെയിം തന്നെയാണ് ഇവിടെ R ഉദ്ദേശിച്ച് ക്യാപിറ്റൽ R കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന നോർമൽ റിയാക്ഷനും. അപ്പോൾ ഈ 4 തരത്തിലുള്ള ഫോഴ്സ് വരും. ഒന്ന് ആ കാറിൻ്റെ വെയിറ്റ്, 2 നോർമൽ റിയാക്ഷൻ R അല്ലെങ്കിൽ ക്യാപിറ്റൽ N ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. 3 സർക്കുലർ പാത്ത് ആയതുകൊണ്ട് സെൻട്രിപെറ്റൽ ഫോഴ്സ്, പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, അതാണ് 4th. ആണ് 4 തരത്തിലുള്ള ഫോഴ്സുകൾ ഒരു ഫ്ലാറ്റ് ഹൊറിസോണ്ടൽ സർക്കുലർ പാത്ത് കൂടെ മൂവ് ചെയ്യുന്ന ഒരു കാറിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ വെച്ച് സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ ഈ കാറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഈ കാറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് Vmax which is equal to root of μs rg എന്ന് വരും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മാത്രം നമ്മൾ പഠിച്ചു വയ്ക്കാം.
മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡ് കൂടെ മൂവ് ചെയ്യുന്ന കാറിൻ്റെ മാക്സിമം വെലോസിറ്റി വി മാക്സ് വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂഎസ് ആർ ജി വരും. ബാങ്ക്ഡ് റോഡാണെന്നുണ്ടെങ്കിലോ, ബാങ്ക്ഡ് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രത്യേകത, ഒരു കർവ്ഡ് റോഡാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു റോഡല്ല, കർവ്ഡ് ആയിട്ടുള്ളൊരു റോഡാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോഴത്തെ ആ ബാങ്ക്ഡ് റോഡ് കൂടെ ട്രാവൽ ചെയ്യുന്ന കാറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ. ആർ ജി ഇൻറ്റു ടാൻ തീറ്റ. ഇതേ ഇക്വേഷൻ തന്നെയാണ് എന്ത്, ഒരു കർവ്ഡ് പാത്തിൽ കൂടെ ഒരു സൈക്ലിസ്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിലും കാർ മൂവ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വി വിച്ച് ഇസ് ഈക്വൽ റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ ആണ്. അപ്പോൾ ഈ ഇക്വേഷനും പഠിച്ചു വയ്ക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പോർഷൻ. ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. താങ്ക് യു.